ഹായ് ഓൾ, നമുക്ക് അടുത്ത് പഠിക്കേണ്ട സെഷൻ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് ആണ്. ആദ്യം സ്ക്വയേഴ്സ് എന്താണെന്ന് നോക്കാം. ഒരു സംഖ്യയെ ഒരു വട്ടം അതിനോടുകൂടി ഗുണിക്കുന്നതിനാണ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതായത് 1 എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 = 1 ആണ്. 2 സ്ക്വയർ 2ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2നെ 2നോടൊപ്പം ഗുണിക്കുക, അപ്പോൾ ആൻസർ 4 എന്ന് കിട്ടും. 3 സ്ക്വയർ എന്ന് പറയുന്നത് 3 × 3 കിട്ടും 9. 4 സ്ക്വയർ 16, 4 × 4 16. 5 സ്ക്വയർ 25, 6 square 36, 7 square 49, 8 square 64, 9 square 81, 10 square 100, 11 square 121, 12 square = 144, 13 square is equal to 169, 14 square is equal to 196 and 15 square is equal to 225. മിനിമം നിങ്ങൾ സ്ക്വയേഴ്സ് 15 വരെയെങ്കിലും ഉള്ളതിൻ്റെ അത് കാണാതെ പഠിച്ച് വെച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു നമ്പർ തന്നാൽ അതിൻ്റെ സ്ക്വയർ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സാമ്പിളിലൂടെ പഠിക്കും. 48ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ 48ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 48 × 48 ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ 48ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു ക്വാഡ്രൻ്റ് പോലെ XY ആക്സിസ് പോലെ ഒരു 4 കോളം വരുന്ന രീതിക്ക് വരയ്ക്കുക. അതിനുശേഷം ആദ്യം 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16, 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64. അതിതുപോലെ എഴുതാം. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്പേഴ്സിന് തമ്മിൽ മൾട്ടിപ്ലൈ 4 × 8 × 2, 4 × 8 × 2, അതായത് 4 × 8 എന്ന് പറയുന്നത് 32, 32ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 64. ആ 64 എഴുതേണ്ടത് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ ഒഴികെ ഇങ്ങോട്ട് മാറ്റി എഴുതണം. 4, 6, 64 ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്നിട്ട് ഇതിനെ ആഡ് ചെയ്യുക. 4, 6, 4, 10, 0, ശിഷ്ടം 1, 6, 6, 36, 1, 37, 6, 6 കൂട്ടേണ്ടതാണ്. 6, 6, 12, 1, 13, 3 ബാലൻസ് 1 വരും 2. ആൻസർ എന്ന് പറയുന്നത് 2304. 48ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2304. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 67ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49. ഇനി എന്ത് ചെയ്യുക? 6 × 7 എന്ന് പറയുന്നത് 42 ആണ്. 42ൻ്റെ ഇരട്ടി 6 × 7 എന്ന് പറയുന്നത് 42. 42ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 84. 84 എങ്ങനെ എഴുതും? ആദ്യത്തെ ഇവിടുത്തെ ആളെ മാറ്റി നിർത്തിയിട്ട് 4, 8. അതിനുശേഷം അവർ ആഡ് ചെയ്യുക. 9 അതുപോലെ 4, 4, 8, 6 + 8 14, 4 ശിഷ്ടം 1, 3, 1, 4. ആൻസർ 4489 ആണ് 67ൻ്റെ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ 84ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ 84ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 8ൻ്റെ സ്ക്വയർ 64, 4ൻ്റെ സ്ക്വയർ 16. എന്നിട്ട് 8 × 4, 8 4 കൂടെ ഗുണിക്കുമ്പോൾ 32, 32ൻ്റെ ഇരട്ടി, അതായത് ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതെന്ന് ഓർത്താലും മതി. അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 64. ഈ 64 എവിടെ എഴുതും? ആദ്യത്തെ ആളെ മാറ്റി നിർത്തിയിട്ട് 4, 6. അതിനുശേഷം അവർ ആഡ് ചെയ്യുക. 6, 4, 1, 5, 6, 4, 10, ശിഷ്ടം 1, 7056 ആണ് 84ൻ്റെ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത് 59ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, 77ൻ്റെ സ്ക്വയർ, 94ൻ്റെ സ്ക്വയർ, 89ൻ്റെ സ്ക്വയർ. ഇത് ഇത്രയും ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി നമുക്കടുത്ത് 22ൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കുക. 22ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം 2ൻ്റെ സ്ക്വയർ 4 ആണ്. പക്ഷേ 4 മാത്രം എഴുതാൻ നമുക്കൊരു 2 ഡിജിറ്റായിട്ട് എഴുതേണ്ടതുകൊണ്ട് 04 എന്ന് എഴുതുക. അടുത്ത സംഖ്യ 22 ആണ്. അതിൻ്റെ സ്ക്വയർ അടുത്തതും 2 ആണ്. അതിൻ്റെ സ്ക്വയറും 4 ആണ്. അതിനെ നമ്മൾ 04 എന്ന് എഴുതുക. അതിനുശേഷം 2 × 2, 2 × 2 4 ആണ്. 4ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇവിടുത്തെ സംഖ്യ മാറ്റി 8 എന്ന് എഴുതുക. അവിടെ നമ്മൾ 08 എന്ന് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്യുക. 4 അതുപോലെ 0 + 8, 8, 4 + 0, 4, മുമ്പിൽ 0 വരെ. അപ്പോൾ 22ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 484.
അടുത്ത സംഖ്യ 71-ൻ്റെ സ്ക്വയർ. 71-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ആദ്യം 7-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49. 1-ൻ്റെ സ്ക്വയർ 1 ആണ്. 1 ആയിട്ട് എഴുതരുത്, 2 ഡിജിറ്റ് എഴുതണം എന്നുള്ളത് കൊണ്ട് 0 1 എഴുതുക. അടുത്ത് 7 × 1. 7 × 1 7 ആണ്. 7-ൻ്റെ ഇരട്ടി 14. 14 4 1 ആഡ് ചെയ്യുക. 1 അതുപോലെ 0 + 4 4, 9 + 1 10, 0 ശിഷ്ടം 1. 5041 ആണ് 71-ൻ്റെ സ്ക്വയർ. അടുത്തൊരു നമ്പറും കൂടെ നമുക്ക് നോക്കാം. 97-ൻ്റെ സ്ക്വയർ. 97-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് 9-ൻ്റെ സ്ക്വയർ 81, 7-ൻ്റെ സ്ക്വയർ 49. ഇനി എന്ത് ചെയ്യുക? 9 × 7 9 7 എന്ന് പറയുന്നത് 63. 63-ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 126. അപ്പോൾ 126 എങ്ങനെ എഴുതും? എപ്പോഴും എഴുതുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. 6 2 1 എന്നിട്ട് ഇവർ തമ്മിൽ ആഡ് ചെയ്യുക. 9 അതുപോലെ 6 4 10, 0 ശിഷ്ടം 1 2 3 4 8 1 9. അപ്പോൾ ആൻസർ 9409 ആണ് 97-ൻ്റെ സ്ക്വയർ. അടുത്ത് നമ്മൾ നോക്കുന്നത് 5-ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക. അതായത് 65-ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. 65-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 5-ൻ്റെ സ്ക്വയർ 25. അതിനുശേഷം 6ഉം 6-ൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ, തൊട്ടടുത്തെന്ന് പറയുമ്പോൾ 5 അല്ല, 6 കഴിഞ്ഞിട്ട് വരുന്ന 7. 6 × 7 ചെയ്യാൻ 42. അപ്പോൾ 65-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4225. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 75-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 75-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ആദ്യം 5-ൻ്റെ സ്ക്വയർ 25 എഴുതുക. അതിനുശേഷം 7-ൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. 8 × 7 എന്ന് പറയുന്നത് 56. അപ്പോൾ 75-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5625. ഇങ്ങനെയാണ് 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് 15-ൻ്റെ സ്ക്വയർ, 25-ൻ്റെ സ്ക്വയർ, 35, 45-ൻ്റെ സ്ക്വയർ, 55-ൻ്റെ സ്ക്വയർ, 65-ൻ്റെ സ്ക്വയർ ഇവിടെ ചെയ്തു, 75-ൻ്റെ സ്ക്വയറും ചെയ്തു, 85-ൻ്റെ സ്ക്വയർ, 95-ൻ്റെ സ്ക്വയർ. 2 ഡിജിറ്റ് സംഖ്യകൾക്ക് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഹോംവർക്കായിട്ട് ചെയ്തേക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് 0-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ആദ്യം 30-ൻ്റെ സ്ക്വയർ. 30-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യണം? 30 × 30 എന്നാണ് അതിൻ്റെ ചെയ്യേണ്ടത്. അപ്പോൾ 3 × 3 9, ഈ 2 സീറോസും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 900 ആണ് ആൻസർ. അപ്പോൾ 20-ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുക? 2-ൻ്റെ സ്ക്വയർ എടുക്കുക 4, 2 സീറോസ് കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3500-ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 35-ൻ്റെ സ്ക്വയർ, അതിൻ്റെ കൂടെ 2 സീറോ വന്നാൽ സ്ക്വയർ എടുക്കുമ്പോൾ ആൻസറിൽ 4 സീറോ വരും. 1 സീറോ ആണ് വരുന്നതെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ ആൻസറിൽ 2 സീറോ, 2 ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി 4 വരും. ഇനി 35-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 35-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്? 35-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് 5-ൻ്റെ സ്ക്വയർ 25, 3-ൻ്റെ തൊട്ടടുത്തുള്ള ആൾ 4. അപ്പോൾ 3 × 4 12. അപ്പോൾ 1225 വരും. കൂടെ 4 സീറോസ്, അതാണ് 3500-ൻ്റെ സ്ക്വയർ. അപ്പോൾ 120-ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 120-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 1 സീറോ ആണുള്ളത്. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ 2 സീറോസായി മാറും. 12-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144. അപ്പം 144. ഇപ്പോൾ 14400 ആണ് 120-ൻ്റെ സ്ക്വയർ. ഇനി നമുക്ക് ഡെസിമൽ സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. 1.5-ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ ആ പോയിന്റ് അങ്ങ് വിടുക. 15-ൻ്റെ സ്ക്വയർ, 15-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്? 1 സംഖ്യ. അപ്പോൾ നമുക്ക് സ്ക്വയർ എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ മാറ്റി പോയിന്റ് ഇടുക. അപ്പോൾ ആൻസർ 2.25. ഇനി ഒരു എക്സാമ്പിളൂടെ നോക്കാം. 0.025-ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 25, ഇതിനകത്തുള്ള നമ്പർ 25 ആണ്. 25-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയാണ് ഇവിടെ ഉള്ളത്? 3 സംഖ്യ. അപ്പോൾ അതിൻ്റെ ഡബിൾ. അപ്പോൾ പോയിന്റിന് ശേഷം നമുക്ക് എത്ര സംഖ്യ വേണം? 6 സംഖ്യ വേണം. 1 2 3 4 5 6. 6 സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ 0.000625 എന്നാണ് ആൻസർ കിട്ടുക. അടുത്ത എക്സാമ്പിൾ 0.0003-ൻ്റെ സ്ക്വയർ. എന്ത് ചെയ്യുക? 3-ൻ്റെ സ്ക്വയർ ഏതാണോ 9,
നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ് 1 2 3 4 ഡിജിറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഡബിൾ 4ൻ്റെ ഡബിൾ 8 ഡിജിറ്റ്സ് മാറിയിട്ടാണ് നമുക്ക് പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ 1 2 3 4 5 6 7 8 ഡിജിറ്റ്സ് മാറി പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 437 ഗുണം 437ൻ്റെ ആൻസർ 190969 ആയാൽ 0.437 സ്ക്വയറിൻ്റെ വില എത്ര? അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് 437ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 969 ആണെങ്കിൽ 0.437ൻ്റെ സ്ക്വയറിൻ്റെ വില എത്രയെന്നാണ് ചോദ്യം. അപ്പം നമുക്കിവിടെ പോയിന്റ് ഒഴികെയുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 437ൻ്റെ സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 190969. ഇനി നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ആണുള്ളത്? പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ആൻസറിൽ പോയിന്റിന് ശേഷം 6 പേര് വരണം. അപ്പോൾ 1 2 3 4 5 6 പേര് കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. മുമ്പിൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 135ൻ്റെ സ്ക്വയർ 18,225 ആയാൽ 0.135ൻ്റെ സ്ക്വയർ എത്രയാകും എന്നതാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 135ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 18,225 ആണ്. നമുക്ക് വേണ്ടത് 0.135 സ്ക്വയർ വില. അപ്പോൾ ഇവിടുത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 135ൻ്റെ സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 18,225. പോയിന്റ് കഴിഞ്ഞിട്ട് മൊത്തവും 3 സംഖ്യയാണുള്ളത്. അപ്പോൾ ഉത്തരത്തിൽ 6 സംഖ്യ മാറി പോയിന്റ് ഇടുക. 1 2 3 4 5 6.0. അപ്പോൾ ആൻസർ 0.018225. ഓക്കെ. അടുത്ത് നമ്മൾ സ്ക്വയർ റൂട്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു സംഖ്യ നമുക്ക് എഴുതാം. 784ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് വേണം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഏതൊരു സംഖ്യ അതിൻ്റെ പ്രൈമുകളുടെ ഫാക്ടറൈസേഷനാക്കി എഴുതാൻ, പ്രോഡക്റ്റ് ഓഫ് പ്രൈമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 784നെ നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 പോകുമ്പോൾ 392 എന്ന് വരും. എഗെയിൻ 2 പോകുമ്പോൾ 196 വരും. 2 പോകുമ്പോൾ 98, 2 എഗെയിൻ 49, 7 പോകും 7 വട്ടം. ഇനി സ്ക്വയർ റൂട്ട് വരുമ്പോൾ ഇപ്പം നമുക്ക് 784ന് സ്ക്വയർ റൂട്ടിനകത്ത് 2 ഇൻറ്റു മൊത്തം 1 2 3 4 2 ഉണ്ട്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ബാക്കി 7 ഇൻറ്റു 7. സ്ക്വയർ റൂട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും 2 പേരെ വെച്ച് പെയർ ചെയ്യും. അതായത് ആദ്യത്തെ 2 ആൾ ഒരു ജോഡി, അടുത്തതൊരു ജോഡി, അടുത്തൊരു ജോഡി. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ അകത്തുനിന്ന് ഒരു നമ്പർ വെളിയിൽ ഇറങ്ങുമ്പോൾ ജോഡിയായിട്ടാണ് വെളിയിൽ ഇറങ്ങുന്നത്. ഈ 2 പേർക്ക് വരെ ഒരു 2, ഈ 2 പേർക്ക് വരെ ഒരു 2, ഈ 2 7ന് വരെ ഒരു 2. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 7 28. അപ്പോൾ 784ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 28. നമുക്കൊരു നമ്പർ കൂടെ ചെയ്യാം. റൂട്ട് ഓഫ് 1296 1296ൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഇതുപോലെ 1296 എഴുതുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 2 പോകുമ്പോൾ 648. 2 പോകാമെന്ന് വെച്ചാൽ പകുതി എടുക്കാനാണ്. 600ൻ്റെ പാതി 300 വരും, 48ൻ്റെ പാതി 24 വരും. അപ്പോൾ 324. എഗെയിൻ 2 പോവുക. 2 പോകുമ്പോൾ 300ൻ്റെ പാതി 150, 24ൻ്റെ പാതി 12. അപ്പോൾ 180ഉം 12ഉം കൂടെ 162. എഗെയിൻ 2 പോവുക. 81. 81ന് 2 പോകില്ല. 3 പോകുമ്പോൾ 27 കിട്ടും. 27 3 പോകുമ്പോൾ 9, 9 3 3. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ റൂട്ടിനകത്ത് നമ്പർ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ വെച്ച് തന്നെ പെയർ ചെയ്യുക. ഈ 2 2ന് പകരം ഒരു 2, ഈ 2നും കൂടെ ഒരു 2, ഈ 2 3നും കൂടെ ഒരെണ്ണം, ഇതിന് 3. അപ്പോൾ 2 2 3 3. 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 3 9, 9 4 36. അപ്പോൾ 1296ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 36. നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത് റൂട്ട് ഓഫ് 2025ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് 5776 ഈ 2 ക്വസ്റ്റ്യന് ഹോംവർക്കായിട്ട് ചെയ്യാം. ഇനി ഇവിടെയൊക്കെ നമുക്ക് റൂട്ടിനകത്ത് നിന്ന് പെർഫെക്റ്റ് ആയിട്ടൊരു ഉത്തരം എഴുതാൻ പറ്റി. അതായത് 36ൻ്റെ സ്ക്വയർ 36ൻ്റെ സ്ക്വയറാണ് 1296 നമുക്ക് കിട്ടി. ഇതിനാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. 1296 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സ്ക്വയറാണ്. കാരണം 36ൻ്റെ സ്ക്വയറാണ് 1296. പക്ഷേ എല്ലാ സംഖ്യകളും ഇങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതായത് പെർഫെക്റ്റ് ആയിട്ടൊരു ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിൾ നോക്കാം. റൂട്ട് 27. അപ്പോൾ 27നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക.
ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 27 3-ലാണ് പോകുന്നത്. 9 വട്ടം 3 3 റൂട്ട് വന്നതുകൊണ്ട് 2 പേര് വെച്ച് പെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 3 മിച്ചം വരും. അപ്പോൾ ഈ 2 3-ന് വരെ ഒരു 3-ഉം ഇവിടെ മിച്ചം വന്ന 3-നെ റൂട്ടിനകത്ത് തന്നെ ഇടുക. അതിൻ്റെ അർത്ഥം എന്താണ്? 27 എന്ന് പറയുന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതായത് ആര് സ്ക്വയർ എടുത്താലും നമുക്ക് 27 എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടൂല. അപ്പോൾ 27-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 3√3. ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. റൂട്ട് ഓഫ് 125. 125-ൻ്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 125-നെ ഫാക്ടറൈസ് ചെയ്യുക, 5-ൽ പോവും, 2 വട്ടം അഗെയിൻ 5 25 5. അപ്പോൾ ഈ 2 5-ന് പകരം ഒരു 5, പക്ഷേ ഈ 5 റൂട്ടിനകത്ത് തന്നെ കിടക്കും. അപ്പോൾ ആൻസർ 5√5. 125-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 125 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഉത്തരം 5√5 എന്ന് കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. റൂട്ട് ഓഫ് 36,000. 36,000-ൻ്റെ റൂട്ട്. സീറോസ് റൂട്ടിനകത്ത് വരുമ്പം നമുക്ക് 2 0-ന് പകരം ഒരു 0 നമുക്ക് പുറത്തിറക്കാം. ഇനി 36 എന്ന് പറയുന്നത് 6-ൻ്റെ റൂട്ടാണ്, 6-ൻ്റെ റൂട്ട്. ആൻസർ 60. 6 × 6 36. ഈ 2 0-ന് പകരം ഒരു 0 പുറത്തിറക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ 81 1 2 3 4 5 6 6 0 ഉണ്ട്. അപ്പോൾ ഈ 0-നൊന്ന് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പെയേഴ്സാക്കി മാറ്റാൻ പറ്റും. അപ്പം നമ്മുടെ ആൻസറിൽ 3 സീറോസ് വരും. 81-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 9. അപ്പോൾ ആൻസർ 9000. ഇനി വേറൊരു എക്സാമ്പിൾ 225 2 zeros. അപ്പോൾ ഈ ഇവിടുത്തെ 2 സീറോസിനെ ഒരു പെയറാക്കാൻ പറ്റും. അത് ഒരു 0 ആയിട്ട് പുറത്ത് വരും. 225 എന്ന് പറയുന്നത് 15-ൻ്റെ സ്ക്വയർ. സോ ആൻസർ 150. ഇനി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത് റൂട്ട് ഓഫ് 600-ഉം റൂട്ട് ഓഫ് 20,000 ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല, കാരണം ഈ 2 സീറോസ് പുറത്ത് നമുക്ക് ഒരു 0 ആയിട്ട് ഇറക്കാം, പക്ഷേ 6-ന് നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ല 600. അതുപോലെ ഇവിടെ 20-നെ പെയർ ചെയ്യുമ്പോൾ 2 ജോഡി സീറോസ് വരുന്നുണ്ട്. അപ്പോൾ 2 സീറോസ് നമുക്ക് പുറത്തിറക്കാം, പക്ഷേ 2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അറിയാവുന്നത് അതുവഴി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ട്രിക്ക് വഴി ഇപ്പം നമുക്ക് ഇത് തന്നിരിക്കുന്നതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രൈം ഫാക്ടറൈസേഷൻ വഴി കണ്ടുപിടിച്ച്. ഇനി നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയിരുന്ന സെയിം കാര്യം തന്നെയാണ്. 1-ൻ്റെ സ്ക്വയർ 1, 2-ൻ്റെ സ്ക്വയർ 4, 3-ൻ്റെ സ്ക്വയർ 9, 4-ൻ്റെ സ്ക്വയർ 16, 5-ൻ്റെ സ്ക്വയർ 25, 6-ൻ്റെ സ്ക്വയർ 36, 7-ൻ്റെ സ്ക്വയർ 49, 8 സ്ക്വയർ 64 ആൻഡ് 9 സ്ക്വയർ 81. ഇനി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1-ൻ്റെ സ്ക്വയർ 1-ലാണ് അവസാനിക്കുന്നത്, 9-ൻ്റെ സ്ക്വയർ 1-ലാണ് അവസാനിക്കുന്നത്. അതായത് 1-ഉം 9-ഉം ഒരു ജോഡിയാക്കി നമുക്ക് എഴുതാം. അതെന്തിനാണെന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത 2-ൻ്റെ സ്ക്വയർ 4 ആണ്, അതുപോലെ 8 സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 4-ലാണ്. അപ്പം 2-ഉം 8-ഉം തമ്മിൽ ബന്ധം. ഇനി 3 സ്ക്വയർ 9-ലും 7 സ്ക്വയർ 49-ലും 9-ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 3-ഉം 7, അതുപോലെ 4-ഉം 6-ഉം 5 ഒറ്റയ്ക്കാണ്. അപ്പോൾ 1-ഉം 9-ഉം 2-ഉം 8-ഉം 3-ഉം 7-ഉം 4-ഉം 6-ഉം 5. അപ്പം ഇതിൻ്റെ അർത്ഥം നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 8464 എന്ന് പറയുന്ന സംഖ്യയുടെ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ സംഖ്യയുടെ എൻഡിലെന്ന് പറയുന്നത് 4-ആണ്. 4 അവസാനം വരണമെങ്കിൽ ഒന്നുകിൽ അത് ആ നമ്പറിൻ്റെ അവസാനം 2ഓ അല്ലെങ്കിൽ 8ഓ ആയിരിക്കും. ഇത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കുക. 84 64 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങോട്ട് 2 ഡിജിറ്റ് മാറി നിങ്ങളൊരു വര വരയ്ക്കുക. അതായത് 2 പേരെ വെച്ച് പെയർ ചെയ്യാമെന്നാണ് അർത്ഥം. എപ്പോഴും ഈ സൈഡിൽ നിന്ന് പെയർ ചെയ്ത് വരാവും. 64-ന് 84-ന് നടുക്കൊരു വര. ഇനി നമുക്കറിയാം 4 എൻഡിൽ വന്നതുകൊണ്ട് ഒന്നുകിൽ നമ്പറിൻ്റെ അവസാനം 2 അല്ലെങ്കിൽ 8 വരും. ഇതവിടെ നിന്നോട്ടെ. ഇനി ഈ നമ്പറിന് മുമ്പിലുള്ള 84-ന് തൊട്ട് മുമ്പിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. 84-ൻ്റെ തൊട്ട് മുമ്പിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ 81 എന്ന് പറയുന്നത് 9-ൻ്റെ സ്ക്വയർ. അപ്പോൾ 9 ഇവിടെ അങ്ങ് എഴുതുക. അതിനുശേഷം 9-ൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 10, 9 × 10 ചെയ്യുക, 90 കിട്ടും. നമുക്കിനി ഇവിടെ കിടക്കുന്ന നമ്പർ 84, ഇവിടുത്തെ നമ്പർ 90. നമുക്ക് വേണ്ട ആൾ ഇതിനേക്കാളും കുറവാണോ കൂടുതലാണോ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ 90-നെക്കാളും കുറവാണ് 84. അങ്ങനെയെങ്കിൽ ഇവിടത്തെയും ചെറിയ നമ്പർ ഏതാണോ അത് ചൂസ് ചെയ്യുക. അപ്പോൾ ആൻസർ 92 എന്ന് കിട്ടും. ഇത് 1-2 പ്രോബ്ലംസ് ആകുമ്പോഴേ ക്ലിയർ ആവുകയുള്ളൂ.
അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് √8, 4, 6, 4. ഇപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പെയർ ചെയ്യുക, രണ്ടുപേരെ വെച്ച് പെയർ ചെയ്യുക, അപ്പോൾ 64 എന്ന് കിട്ടും. ഇനി 64-ന് 4 എൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം ഒന്നുകിൽ അത് 8-ൻ്റെയോ അല്ലെങ്കിൽ 2-ൻ്റെയോ അതായത് അവസാനം ഇവർ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നിൽ 2 വരും അല്ലെങ്കിൽ 4 വരും. ഇനി ഈ നമ്പർ എടുക്കുക. 84-ന് തൊട്ട് മുമ്പിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാണെന്ന് നോക്കണം. 84 എന്ന് പറയുന്നത് 64-ൻ്റെ 81-ൻ്റെ ഇടയിൽ 81 കഴിഞ്ഞിട്ടാണ് 84 വരുന്നത്. അപ്പോൾ 84-ൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 81. 81 എന്ന് പറയുന്നത് 9-ൻ്റെ സ്ക്വയറാണ്. 9 ഇവിടെ ഇടുക. ഒന്നുകിൽ നമ്മുടെ നമ്പർ 92 ആയിരിക്കും അല്ലെങ്കിൽ 94 ആയിരിക്കും. ഇതിലേതോ ഒരാളുടെ സ്ക്വയറാണ് 8464 എന്ന് പറയുന്നത്. ഇനി ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്ത 9 തൊട്ടടുത്ത സംഖ്യ 10 രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ, അപ്പം 90 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ട ആൾ കിട്ടിയതിനേക്കാളും ചെറുതാണ്, 90-നെക്കാളും ചെറുതാണ് 84. അപ്പം ചെറുതായതുകൊണ്ട് ഇവിടുത്തെ ചെറിയ സംഖ്യ ഏതോ അതെടുക്കുക. അപ്പോൾ 92 നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √2401 എന്ത് ചെയ്യുക? 2401 വരുമ്പോഴത്തേക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പെയർ ചെയ്യുക, രണ്ടുപേരെ വെച്ച് പെയർ ചെയ്തു. ഇനി എൻഡിൽ 1 വന്നതുകൊണ്ട് നമുക്കറിയാം ഒന്നുകിൽ അത് 1 or 9 ആയിരിക്കും ആ സംഖ്യയുടെ അവസാനം വരിക. അപ്പോൾ 1 അല്ലെങ്കിൽ 9. ഇനി 24 എടുക്കുക. 24-ന് തൊട്ട് മുമ്പിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത് 4-ൻ്റെ സ്ക്വയർ. അപ്പം 4 ഒന്നുകിൽ നമ്മുടെ സംഖ്യ 41 അല്ലെങ്കിൽ 49. ഇനി ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 4-ൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 5, 4 × 5 എന്ന് പറയുന്നത് 20. ഇനി നമുക്ക് വേണ്ട ആൾ കൂടുതലാണോ കുറവാണോ? നമുക്ക് വേണ്ട ആൾ കൂടുതലാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നമ്പറിനെക്കാളും കൂടുതലാണ് 24. അപ്പോൾ ഇവിടെയും വലിയ സംഖ്യ എടുക്കാം. സോ അവരുടെ ആൻസർ എന്ന് പറയുന്നത് 49. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. √5776. അപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പെയർ ചെയ്യുക, രണ്ടുപേരെ വെച്ച് പെയർ ചെയ്യുന്നു, 76. അവസാനം 6 വന്നിരിക്കുന്നത്. 6 വരണമെങ്കിൽ ഒന്നിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. ഒന്നിൽ 4 വരാം അല്ലെങ്കിൽ 6 വരാം. ഇനി എന്ത് ചെയ്യുക? 57. 57-ന് തൊട്ട് മുമ്പിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 49. 49 എന്ന് പറയുന്നത് 7-ൻ്റെ സ്ക്വയറാണ്. 7 ഇവിടെ എഴുതുക. ഇനി ഒന്നുകിൽ നമ്മുടെ സംഖ്യ 74 ആയിരിക്കും അല്ലെങ്കിൽ 76. അതെങ്ങനെ കണ്ടുപിടിക്കും? 7 തൊട്ടടുത്ത ആളായ 8. 7 × 8 എന്ന് പറയുന്നത് 56. നമുക്ക് വേണ്ട ആൾ 56-നെക്കാളും വലുതാണ്. അപ്പോൾ വലുതായതുകൊണ്ട് ഇവിടത്തെയും വലിയ സംഖ്യ. ആൻസർ എന്ന് പറയുന്നത് 76. ഇനി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത് √2601, √4096, √5329, √1156. ഇത്രയും നിങ്ങൾ ഹോംവർക്കായിട്ട് ഇതേ മെത്തേഡിൽ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. √576. നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പെയർ ചെയ്യുന്നു, 76 കിട്ടി. 6 അവസാനം വരണമെങ്കിൽ ഒന്നിൽ 4 അല്ലെങ്കിൽ 6. അപ്പോൾ ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. ഇനി 5. 5-ൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ 4 ആണ്. 4 എന്ന് പറയുന്നത് 2-ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഒന്നിൽ നമ്മുടെ സംഖ്യ 24 ആയിരിക്കും അല്ലെങ്കിൽ 26. എങ്ങനെ തീരുമാനിക്കും? 2 തൊട്ടടുത്ത ആൾ 3. 2 × 3 എന്ന് പറയുന്നത് 6. നമുക്ക് വേണ്ട സംഖ്യ ചെറുതാണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ആൾ. നമ്മുടെ ആൻസർ 24. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ചെയ്യാം. √361. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പെയർ ചെയ്യുക. പെയർ ചെയ്യുമ്പോൾ 61. 1 അവസാനം വരണമെങ്കിൽ ഒന്നിൽ 1 അല്ലെങ്കിൽ 9. 2-ന് ഇനി നമുക്ക് 3. നമ്മുടെ 3-ന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ 1 ആണ്. അപ്പോൾ 1-ൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ 2. 1 × 2 എന്ന് പറയുന്നത് 2. 2-നെക്കാളും വലുതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സംഖ്യ 3. അപ്പോൾ ഇവിടത്തെയും വലിയാണ്. സോ അവർ ആൻസർ ഈസ് 19. ഈ പ്രോബ്ലംസും കൂടെ ഹോംവർക്കായിട്ട് ചെയ്യുക. √7225, √3025, √9025, √12544. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് ജോഡി എടുത്ത് വരുമ്പോൾ 44, 125 വരും. 125-ന് തൊട്ട് മുമ്പിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ്. അത് 11-ൻ്റെയാണ്. അപ്പോൾ 11 × 12 നോക്കുക. ആ ഉത്തരം ഇതിനേക്കാളും ചെറുതോ വലുതോ നോക്കുക, കമ്പയർ ചെയ്ത് എഴുതുക. ഒരു 3 പ്രോബ്ലം കൂടെ അഡീഷണൽ ചെയ്യുക. 19881-ൻ്റെ √18769, √30976. ഇത്രയും ഹോംവർക്കായിട്ട് ചെയ്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. √121/225-ൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
വേറെ ഒന്നുമില്ല. 121 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയറും 225 എന്ന് പറയുന്നത് 15ൻ്റെ സ്ക്വയറും. സോ ദ ആൻസർ ഈസ് 11/15. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 16 × 25ൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതിന് റൂട്ട് ഉണ്ട് 4 ഇൻറ്റു അകത്ത് വന്നിരിക്കുന്നത് ഇൻറ്റു ആയതുകൊണ്ട് ഇൻറ്റു ഇവിടെ വന്നിരിക്കുന്ന ഡിവിഷൻ ആയതുകൊണ്ട് ആൻസറിൽ ഡിവിഷൻ. 25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 × 4 20. സോ ദ ആൻസർ ഈസ് 20. അടുത്തത് റൂട്ട് ഓഫ് 16/25 × 4/9. നിങ്ങൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ നിൽക്കരുത്. കാരണം 16ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്, 25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്, ഇടയ്ക്കുള്ള ഇൻറ്റു അതുപോലെ 4ൻ്റെത് 2ഉം 9ൻ്റെത് 3. അപ്പോൾ 4 × 2 8, 5 × 3 15. 8/15 ആണ് ആൻസർ. അടുത്തത് റൂട്ട് ഓഫ് 36/9 × 64/16. ഇവിടെയും 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 6ൻ്റെ സ്ക്വയർ, 9നും സ്ക്വയർ റൂട്ട് ഉണ്ട് 3 ഇൻറ്റു 64ൻ്റെത് 8, 16ൻ്റെത് 4. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. 3ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് 2, 2ഉം 4ഉം കൂടെ കട്ട് ചെയ്ത് 2, അഗെയിൻ 2ഉം 8ഉം കൂടെ കട്ട് ചെയ്തിട്ട് 4. സോ ദ ആൻസർ ഈസ് 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് root of 1.69 into root of 0.01 into root of 0.04. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോയിൻ്റ് അങ്ങ് വിടുക. 161 എന്ന് പറയുന്നത് 13ൻ്റെ സ്ക്വയർ ആണ്. ഇനി നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ് മതി. ഇനി ഇവിടെ 0.01 1ൻ്റെ സ്ക്വയർ അതായത് 1ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അപ്പോൾ 1ന് തൊട്ട് മുമ്പിലായിട്ട് പോയിന്റ് ഇടുക 0.1. ഇതിൻ്റെ ഇടയിലുള്ള ഇൻറ്റു അതുപോലെ ഇൻറ്റു. അടുത്ത 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പോയിന്റിന് ശേഷം 1 ഡിജിറ്റേ പാടുള്ളൂ. അപ്പോൾ 0.2. ഇനി ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ നമ്പേഴ്സ് പോയിന്റ് വിട്ടിട്ട് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ. 13 × 1 എന്ന് പറയുന്നത് 13, 13 × 2 എന്ന് പറയുന്നത് 26, 13ൻ്റെ ഇരട്ടി 26. ഇനി മൊത്തം എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കാം. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ ടോട്ടൽ 3 പേര്. അപ്പോൾ പോയിന്റിന് മുമ്പിൽ ശേഷം എത്ര പേര് വേണം? 3 പേര്. അപ്പോൾ 1, 2, 3.0 0.026. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 60 - root of 144 divided by 400 minus root of 256. ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ്: ഒന്നാമത്തെ ഓപ്ഷൻ 46/384, രണ്ടാമത്തെ ഓപ്ഷൻ 16/43, മൂന്നാമത്തെ ഓപ്ഷൻ 1/8, നാലാമത്തെ ഓപ്ഷൻ 31/32. നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. 60 - 144 എന്ന് പറയുന്നത് 12ൻ്റെ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ 400 - 256 എന്ന് പറയുന്നത് 16ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് 60ൽ നിന്ന് 12 പോയാൽ 48 കിട്ടും. 400ൽ നിന്ന് 16 പോയാൽ 384. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് കുറച്ചതിൻ്റെ മിസ്റ്റേക്കാണ്, ആൻസർ 46/384 ആണെന്ന് വിചാരിക്കരുത്. ഇതിന് നമുക്ക് ഇനി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 48ന് നമുക്ക് 2ൽ പോവാം. 2ൽ പോകുമ്പോൾ 24, ഇവിടെ 2ൽ പോകുമ്പോൾ ഒരു വട്ടം, ബാലൻസ് 1, 9, 2ൽ പോകുമ്പോഴത്തേക്ക് 2, എഗെയിൻ 2ൽ പോകുമ്പോൾ 12, ഇവിടെ 2ൽ പോകുമ്പോൾ 9, 2, 18, ബാലൻസ് 1, 6, 2, 12, എഗെയിൻ 2ൽ പോകുമ്പോൾ 6, 2ൽ പോകുമ്പോൾ 4, 2, 8, ബാലൻസ് 1, 8, 2, 16, 2ൽ പോവുക, 2ൽ പോകുമ്പോൾ 3, 2ൽ പോകുമ്പോൾ 24, എഗെയിൻ 3ൽ പോകും ഒരു വട്ടം, ഇവിടെ 8. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1/8. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ സി 1/8. അടുത്ത ചോദ്യം: റൂട്ട് ഓഫ് 1296 = 36 ആയാൽ റൂട്ട് ഓഫ് 12.96 പ്ലസ് റൂട്ട് ഓഫ് 0.1296 പ്ലസ് റൂട്ട് ഓഫ് 0.001296ൻ്റെ തുക എത്ര? അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റൂട്ട് ഓഫ് 1296ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെയെങ്കിൽ റൂട്ട് ഓഫ് 12.96ൻ്റെ വാല്യൂ, അതായത് 1296ൻ്റെ വാല്യൂ 36 തന്നെയാണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റിന് ശേഷം ഒരാൾ മതിയാകും. അപ്പോൾ 3.6. അടുത്ത റൂട്ട് ഓഫ് 0.1296 അതിൻ്റെ വാല്യൂ 36 തന്നെയാണ്. ഇവിടെ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റിന് ശേഷം 2 പാടുള്ളൂ, 1, 2. അപ്പോൾ 0.36.
അടുത്ത √0.001296 അതിൻ്റെ ആൻസർ 36 തന്നെയാണ്. പക്ഷേ ഇവിടെ പോയിന്റിന് ശേഷം 2, 4, 6 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ആൻസറിൽ പോയിന്റിന് ശേഷം 3 മതി. 1, 2, 3. അപ്പോൾ 0.36. ഇവരെ 3 പേരും കൂടെ ആഡ് ചെയ്യാനാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3.6, 0.36, 0.036 ഇതിനെ 3നെയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 6, 6, 3, 9, 6, 3, 9, പോയിന്റ് അതുപോലെ 3. അപ്പോൾ ആൻസർ 3.996 ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം √8 × 1/4 - 1/36 ഇതിൻ്റെ തുക എത്ര? നിങ്ങൾ ഒരിക്കലും 1/4 റൂട്ട് 1/2 മൈനസ് 1, അതായത് 1/2 മൈനസ് 1/36 1/6 ഇങ്ങനെയൊന്നും നിങ്ങൾ എഴുതരുത്. ഇത് തെറ്റാണ്. ആദ്യം നമ്മൾ ബോർഡ് മാത്സ് പ്രകാരം നമ്മളിപ്പോൾ ഇതിനകത്തുള്ള ബ്രാക്കറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിൻ്റെ ഡിഫറൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നിൽ റൂട്ടിലിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് അല്ലാണ്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ റൂട്ടിനകത്തിട്ടാണ് ചെയ്യുന്നത്. 8 × 36 1 × 36 36 മൈനസ് 1 × 4 4 ബൈ 4 × 36 ഗുണിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ 8 × 36 4 പോയാൽ നമുക്ക് 32 എന്ന് കിട്ടും. ബൈ 4 × 36 ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 2 ആകും. അപ്പോൾ 2 × 32 ബൈ 36. 36 ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കാരണം 36 റൂട്ടുണ്ട് 6 ആയിട്ട് നമുക്ക് വെളിയിലിറക്കാം. ഇനി 2 × 32 32 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയേ. 32 എന്ന് പറയുന്നത് 2, 16 അല്ലെങ്കിൽ 2, 16 എന്നിട്ടാലും മതി. ഇപ്പോൾ √2 × 2 × 16. കാര്യം നമുക്ക് ഈ 2ന് പകരം ഒരു 2നെ വെളിയിലിറക്കാം. 16 റൂട്ടുണ്ട്, അത് 4 ബൈ 6. അപ്പോൾ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 3 ഇറക്കാം. ആൻസർ എന്ന് പറയുന്നത് 4/3. ഇവിടെയൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്ത് മൊത്തവും ഫാക്ടറൈസ് ചെയ്തതിന് ഇപ്പോൾ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 8, 2, 4, 2, 2 മൊത്തത്തിൽ ഫാക്ടറൈസ് ചെയ്ത് പെയർ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബാക്കി ചെയ്യാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4/3. അടുത്ത ചോദ്യം √425/36 ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക കുട്ടികളും ചെയ്യുന്നത് 4ൻ്റെ റൂട്ട് 2 എന്ന് എഴുതുന്നു, 25ൻ്റെ റൂട്ട് 5 എന്ന് എഴുതുന്നു, 36ൻ്റെ റൂട്ട് 6 എന്ന് എഴുതുന്നു. ആൻസർ 2/5/6 എന്നാണ്. ഇത് ഉറപ്പായിട്ട് ഓപ്ഷൻസിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. മിക്സഡ് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കുക. നമ്മളിതിന് മുമ്പേ പറഞ്ഞായിരുന്നു. 36 × 4 പ്ലസ് 25/36 എന്ന് കിട്ടും. 36 × 4ൻ്റെ കൂടെ 25 കൂട്ടുമ്പോൾ നമുക്ക് √169/36 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 169 എന്ന് പറയുന്നത് 13 ആണ്. 13ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 169ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 13ഉം 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6ഉമാണ്. ഈ ക്വസ്റ്റിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ 2/5/6, രണ്ടാമത്തെ ഓപ്ഷൻ 5/6, മൂന്നാമത്തെ ഓപ്ഷൻ 2/1/6, നാലാമത്തെ ഓപ്ഷൻ 25/6. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും തന്നിരിക്കുക. കാരണം നമ്മൾ ചാടി പിടിച്ച് 4ൻ്റെ റൂട്ട് 2, 25ൻ്റെ റൂട്ട് 5, 36ൻ്റെ റൂട്ട് 6 എന്ന് എഴുതും. തെറ്റാണ്. ഇനി നമുക്ക് ആൻസർ കിട്ടി 13/6 എന്നാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 13/6 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മിക്സഡ് ഫ്രാക്ഷനിലാണ് ബാക്കി കിടക്കുന്നുള്ളതുകൊണ്ട് 13ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 വട്ടം 12, റിമൈൻഡർ 1. നമുക്കറിയാം ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡിലാക്കാൻ 2 കോഷ്യൻ്റ് 2 എഴുതുക, റിമൈൻഡർ 1 എഴുതുക, ഡിവൈസർ 6 എഴുതുക. അപ്പോൾ 2 1/6 ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. √48 × √27ൻ്റെ വില കണ്ടുപിടിക്കുക. ഇങ്ങനെ റൂട്ട് വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ √48 × 27 എന്നും എഴുതാം. അപ്പോൾ നമുക്ക് 48ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 48നെ 2ൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 24, 2ൽ 12, 2ൽ 6, 2ൽ 3. അപ്പോൾ ഈ 2ന് പകരം ഒരു 2 ഇറക്കുക, ഈ 2ന് പകരം ഒരു 2 ഇറക്കുക. നമുക്കിവിടെ 3 മിച്ചം കിടപ്പുണ്ട്. ഇനി അതുപോലെ 27 ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക. 27നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 പോവും, 9, 3, 3. അപ്പോൾ ഈ 3ന് പകരം ഒരു 3 ഇറക്കുക. ഇവിടെ 2ന് പകരം ഓരോ 2 വീതം. അപ്പോൾ മിച്ചം ഇവിടെ 2 3 കിടപ്പുണ്ട്. ആ 2 3ന് പകരം ഒരു 3. അപ്പോൾ റൂട്ടിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ 2, ഇവിടുത്തെ 2, ഇവിടുത്തെ 3, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് 3. അപ്പോൾ 2 × 2 4, 4 3 12, 12 × 3 12 × 3 എന്ന് പറയുന്നത് 36. സോ ദ ആൻസർ ഈസ് 36. ഓക്കെ, അടുത്ത പ്രോബ്ലം. √32 പ്ലസ് √48/√8 പ്ലസ് √12 ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ √2,
ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2. മിക്ക കുട്ടികളും ചെയ്യുന്നത് റൂട്ടിനെ തമ്മിൽ ആഡ് ചെയ്യും. 32 48 കൂടെ കൂട്ടിയിട്ട് ഒറ്റ റൂട്ടായിട്ട് എഴുതും. അങ്ങനെയൊന്നും നമുക്ക് റൂട്ടിനെ ആഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഒന്നിച്ച് എഴുതാം, പക്ഷേ അഡീഷനിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് 32ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുക. 2ൽ പോകുമ്പോൾ 16, 2ൽ 8, 2ൽ 4, 2ൽ 2. അപ്പോൾ ഈ 2 ഈ 2 പകരം ഓരോന്നും ഇറക്കുക. ഈ 2 ഇവിടെ മിച്ചമുണ്ട്. അപ്പോൾ 2 × 2 4 വരും. 4√2 ആണ് 32. പ്ലസ് അടുത്ത 48ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 2ൽ വരുമ്പോൾ ഘടകക്രിയ എന്നത് പറയും പ്രൈം ഫാക്ടറൈസേഷൻ്റെ മലയാളം. അപ്പോൾ 2 4, 2 1 2, 2 6, 2 3. ഈ 2 വരെ 1 2, ഈ 2 വരെ 1 2. അപ്പോഴും ഇവിടെ 3 മിച്ചം കിടപ്പുണ്ട്. 2 × 2 4, റൂട്ടിനകത്ത് 3 ഡിവൈഡഡ് ബൈ താഴെ 8. 8ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 2. അപ്പോൾ ഈ 2 വരെ 1 2, അപ്പോഴും ഒരു 2 മിച്ചമുണ്ട്. അപ്പോൾ 2√2 പ്ലസ് 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 6 2 3. ഈ 2 വരെ 1 2, ഈ 3 അവിടെ മിച്ചം കിടപ്പുണ്ട്. അപ്പോൾ 2√3. ഇനി നിങ്ങൾ നോക്കൂ, ആദ്യത്തെ ന്യൂമറേറ്ററിൽ 2 ടേംസ് ആണ് ഉള്ളത്. ആ 2 ടേംസിൽ നമുക്ക് 4നെ ഇങ്ങ് പുറത്തെടുക്കാം. പിന്നെ ഉള്ളത് √2 പ്ലസ് ഇവിടെ മിച്ചം √3. അതുപോലെ ഡിനോമിനേറ്ററിലെ 2 ടേംസിലും 2 കോമൺ ഉണ്ട്. ആ 2നെ നമുക്ക് പുറത്തെടുക്കാം. ബാക്കി അതിനകത്തുള്ളത് ബാക്കി അതിനകത്തുള്ളത് √2 പ്ലസ് √3. അപ്പോൾ ഇവിടെ നമുക്ക് √2 പ്ലസ് √3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് 4/2. 4/2 ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ 2. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 2. അടുത്ത ചോദ്യം, എക്സ് ഡിവൈഡഡ് ബൈ √2.25ൻ്റെ വാല്യൂ 550 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ √2.25 = 550. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 225ൻ്റെ റൂട്ട് നമുക്കറിയാം 15 ആണെന്ന് അറിയാം. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് 2 പേരുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് പോയിന്റിന് ശേഷം ഒരാൾ മതി. അപ്പോൾ 1.5 = 550. അപ്പോൾ ഇവിടെ എക്സ് കണ്ടുപിടിക്കാനായിട്ട് 1.5 =ൻ്റെ അപ്പുറം പോകുമ്പോൾ മൾട്ടിപ്ലിക്കേറ്റ് ആവും. 550 × 1.5. 1.5നെ 15/10 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് 0 0 ക്യാൻസൽ ചെയ്യും. പിന്നെ ഉള്ള 55 × 15, 55നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് 825 എന്ന് ആൻസർ കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 825. ഇതുപോലത്തെ ഒരു ചോദ്യമാണ് അടുത്തത്. √9 - എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയാൽ എക്സിൻ്റെ വില എത്ര? നമുക്ക് ഇക്വേഷൻ തന്നിട്ടുള്ള √9 - x = 2 ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിമ്പിളാണ്, 2 വശത്തും സ്ക്വയർ ചെയ്യുക. അപ്പോൾ 2 വശത്തും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ടിൻ്റെ സ്ക്വയർ വരുമ്പോൾ റൂട്ട് അങ്ങ് പോവും. പിന്നെ ഉള്ളത് 9 - x. ഇവിടെ 2ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4. ഞാൻ -xനെ ഇപ്പുറം കൊണ്ടുവരുന്നു, 4ന് അപ്പുറത്തും കൊണ്ടുപോകുന്നു. അപ്പോൾ 9 - 4 = -x + x ആവും. ഇവിടെ കിടന്ന +4 ഇപ്പുറം വരുമ്പോൾ -4. അപ്പോൾ 9 - 4 എന്ന് പറയുന്നത് 5. therefore എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏത്? അതായത് പെർഫെക്റ്റ് സ്ക്വയർ ഏതെന്നാണ് ചോദ്യം. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഉത്തരം കിട്ടണം. അത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 16. 16ൻ്റെ കൂടെ 5 പൂജ്യമാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 0 ഈവൻ നമ്പറായിട്ട് വന്നാൽ മാത്രമേ നമുക്കതിനെ പെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 0നെ പെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു 0 മിച്ചം വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുപോലെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 25,000. അവിടെയും സീറോസിനെ പെയർ ചെയ്യുമ്പോഴത്തേക്ക് 2 0-ന് 1 0 എടുക്കാം. പക്ഷേ ഒരു 0 മിച്ചം കിടപ്പുണ്ട്. അപ്പോൾ അതും പെർഫെക്റ്റ് സ്ക്വയർ വർഗ്ഗമല്ല, പൂർണ്ണവർഗ്ഗമല്ല. അതാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇനി 36,000 നോക്കൂ. 2 0-നെയും കൂടെ സ്ക്വയർ പെയർ ചെയ്യുമ്പോൾ ഒരു 0 എടുക്കാം. 36-നും റൂട്ടുണ്ട്. റൂട്ട് എന്ന് പറയുന്നത് 6. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ആ ഓപ്ഷൻ നോക്കണം എന്നില്ല, കാരണം ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷനെ റൈറ്റ് ആൻസർ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 36,000 അല്ല, 3600. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ധാരാളം കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. ഒന്നിൽ കൂടുതൽ റൂട്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ്. √70 + √111 + √94 + √36. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും അകത്ത റൂട്ടിൽ നിന്ന് നമ്മൾ ഈ റൂട്ടിനെ ഓപ്പൺ ചെയ്ത് വരും. അതായത് √36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6. അപ്പോൾ 94 + 6 വരും 100. 100 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10.
ഇനി 111 + 10, 111 + 10 എന്ന് പറയുന്നത് 121, 121ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 11. ഇനി 70 + 11 എന്ന് പറയുന്നത് 81, 81ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 9. സോ ദ ആൻസർ ഈസ് 9. ഒന്നുകൂടെ പറയാം, നമ്മൾ ഏറ്റവും അകത്തുള്ള റൂട്ട് വേണം തുറന്ന് വരാനായിട്ട്. 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6. അപ്പോൾ 94 + 6 വരും. 94 + 6 എന്ന് പറയുന്നത് 100. 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10. അതിനുശേഷം 111 10 ആഡ് ചെയ്യുക, അപ്പോൾ 121 വരും. 121ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 11. അതിനുശേഷം 70ൻ്റെ 11 ആഡ് ചെയ്യുക, 81 വരും. 81ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 9. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരെയും പ്ലസ് ചെയ്തു. മൈനസ് ആണ് വരുന്നതെങ്കിൽ മൈനസ് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. √57, 43, 31, 14, 121. അപ്പോൾ എന്ത് ചെയ്യുക? 121ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 11. 11ഉം 14ഉം കൂടെ കൂട്ടുക. 11ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ 25 എന്ന് കിട്ടും. 25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5. അടുത്ത് 31ഉം 5ഉം കൂടെ ആഡ് ചെയ്യുക. 31ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 36 എന്ന് വരും. 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6. ഇനി 43ഉം 6ഉം കൂടെ ആഡ് ചെയ്യുക. 43ഉം 6ഉം 49. 49ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 7. 57 7ഉം കൂടെ ആഡ് ചെയ്യുക. 57 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 64 വരും. 64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 8. സോ ദ ആൻസർ ഈസ് 8 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യത്തിനകത്ത് പ്ലസും മൈനസും ഒക്കെ മാറി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ √4, 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2. 83ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 81. 83ൽ 2 കുറയ്ക്കുമ്പോൾ 81. 81 എന്ന് പറയുന്നത് 9ൻ്റെ റൂട്ട്. ഇനി 234ൽ നിന്ന് 9 കുറയ്ക്കുക. 234ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 225 എന്ന് കിട്ടും. 225 എന്ന് പറയുന്നത് 15ൻ്റെ റൂട്ട്. ഇനി 34ൻ്റെ കൂടെ 15 കൂട്ടുക. 34ൻ്റെ കൂടെ 15 കൂട്ടുമ്പോൾ 49 എന്ന് കിട്ടും. 49ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 7. സോ ദ ആൻസർ ഈസ് 7. അടുത്ത പ്രോബ്ലം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. 4ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. √28 + √73 - √69 + √141 + √9. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ റൂട്ടിനകത്തെല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം 16ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 4. 25 × 4 100ആണ്. 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10. 10 × 40 എന്ന് പറയുന്നത് 400. 400ൻ്റെ റൂട്ട് 20. 20 × 45 എന്ന് പറയുന്നത് 900. 900ൻ്റെ റൂട്ട് 30. സോ ദ ആൻസർ ഈസ് 30. ഇനി അടുത്ത ഒരു 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരേ നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. √6-നകത്ത് എഗെയിൻ √6, എഗെയിൻ √6, എഗെയിൻ √6, എഗെയിൻ √6. അടുത്തത് √11, √11, √11, √11, √3, അതാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. മാത്തമാറ്റിക്കൽ ഫോർമുല എന്ന് പറയുന്നത് a⁻²2n-1. എന്നിൻ്റെ കൂടെയല്ല -1, 2ൻ്റെ കൂടെയാണ് -1/2n. അതിൽ a എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് 6 എഴുതും, ഈ ക്വസ്റ്റ്യനിൽ 11 എഴുതും, ഈ ക്വസ്റ്റ്യനിൽ 3 എഴുതും. n എന്ന് പറഞ്ഞാൽ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു? ഈ ക്വസ്റ്റ്യനിൽ 1 2 3 4 5. അപ്പോൾ 2⁵5 എന്ന് വരും. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 1 2 3 4. അപ്പോൾ 11⁴ എന്ന് വരും. ഇവിടെ 1 2 3 4 5 6. എന്നിൻ്റെ സ്ഥാനത്ത് 6 വരും. പക്ഷെ നമ്മൾ ഈ ഫോർമുലയിലല്ല ചെയ്യുന്നത്, ഒരു ട്രിക്കുണ്ട്, നമ്മളത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എങ്കിലും 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഫോർമുലയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ മൊത്തം എത്ര റൂട്ടുണ്ട്? അതായത് നമുക്ക് a⁻²2n-1/2n. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം. a എന്ന് പറയുന്നത് 6 ആണ്. 2n എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? അതായത് 5 വട്ടം. -1/2⁵. 2⁵ എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ? 2⁵ എന്ന് പറയുന്നത് 2ന് 2 × 2 × 2 × 2 × 2 5 വട്ടം 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്നുള്ളതാണ്. 2 × 2 4, 2 × 2 4, എഗെയിൻ ഇൻറ്റു ഒരു 2 കൂടി വരും. അപ്പോൾ 4 × 4 16, 16 × 2 16 × 2 എന്ന് പറയുന്നത് ഓക്കെ 16ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 6 2 12, 2 32 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 6⁻32 - 1/32. അതായത് 6⁻31/32. ഇതാണ് ആൻസർ. ഇനി നമ്മളിത് ട്രിക്കിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയോ. √6, √6. ഇതായത് നമ്മുടെ ചോദ്യം. 6√6 5 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ 2 സ്റ്റാർട്ട് ചെയ്യുക. 2ൻ്റെ ഡബിൾ 4, 4ൻ്റെ ഡബിൾ 8, 8ൻ്റെ ഡബിൾ 16, 16ൻ്റെ ഡബിൾ 32. എന്തായാലും നമുക്കറിയാം ആൻസർ 6 സംതിങ് ആയിരിക്കും. അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ √8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 8⁻1/2 എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പവറിലോട്ട് എടുക്കുമ്പോൾ റൂട്ട് എന്ന് പറയുന്നത് 1/2 ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 2ൽ പോലും സ്റ്റാർട്ട് ചെയ്തത്. ഇനി
എന്തായാലും 6 ആയിരിക്കും ബേസിൽ വരിക, 6ൻ്റെ പവറിലായിരിക്കും ആൾ വരിക. നമുക്ക് കിട്ടിയത് 32. 6⁻32 ഒന്ന് കുറച്ച് മുകളിൽ എഴുതുക 31/32. ഫോർമുല വെച്ചിട്ട് നമുക്ക് അതേ ആൻസർ തന്നെയാണ് കിട്ടിയത്. ഇതാണ് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √11 അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. അപ്പോൾ എന്തായാലും ആൻസർ 11ൻ്റെ ബേസിലായിരിക്കും. 16 ഒന്ന് കുറച്ച് എഴുതുക 15. അപ്പോൾ 11⁻15/16 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ √3 അങ്ങനെ 6 വട്ടമുണ്ട്. √3 അപ്പം 2, 4, 6 എഴുതരുത്. 4ൻ്റെ ഇരട്ടിയാണ് 8, 16, 32, 64. എന്തായാലും ആൻസറിൻ്റെ ബേസ് 3 ആയിരിക്കും. 64 മുകളിൽ 64 നിന്ന് കുറച്ച് 63. സോ ദ ആൻസർ ഈസ് 3⁻63/64. ഇനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. അടുത്ത സെറ്റ് ക്വസ്റ്റ്യനിൽ √12 അതങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ചിലപ്പം ചില ക്വസ്റ്റ്യൻസിൽ ഈ ഡോട്ട്സ് മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ അവർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തമായി ഈ ടേംസ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഇത് മാത്തമെറ്റിക്കലി എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന, അതായത് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. √12 പ്ലസ് √12 പ്ലസ് √12 എക്സെട്ര. ഇതിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം 2 വട്ടം സ്ക്വയർ ചെയ്യുക. അപ്പോൾ x² ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ വെളിയിലുള്ള വലിയ സ്ക്വയർ അങ്ങ് പോയിട്ട് 12 പ്ലസ് ബാക്കി √12 പ്ലസ് √12 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിൽ നമ്മൾ √12 പ്ലസ് √12 നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്ത് അപ്പോൾ 12 പ്ലസ് x =x² എന്ന് വരും. ഇവിടെ നിന്ന് x² മൈനസ് എക്സ് -12 0. അതായത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് കൊണ്ടുവരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. -b ± √b² - 4ac/2a എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് വരുമ്പോൾ തന്നെ PSCയുടെ എക്സാം ഒക്കെ കഴിയും. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്കിത് കണ്ടുപിടിക്കാനും ട്രിക്കുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കോ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 12ൻ്റെ ഘടകങ്ങൾ എഴുതുക, ഫാക്ടേഴ്സ്. അതായത് 1 × 12 ഉണ്ട്, 2 × 6 ഉണ്ട്, 3 × 4 ഉണ്ട്. ഇത്രയാണ് 12ൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. ഇതിൽ അടുത്തടുത്തുള്ള ഘടകം, അതായത് 3 × 4 എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെ നിങ്ങൾ എടുക്കുക. 12 എന്ന് പറയുന്നത് 3 × 4. ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന പ്ലസ് ഇൻഫിനിറ്റി വന്നാൽ ഈ അടുത്തടുത്തുള്ള ഘടകങ്ങളിൽ ഏതാണോ വലിയ നമ്പർ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4. വെരി സിമ്പിൾ. ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിളൂടെ നോക്കാം. √20 പ്ലസ് √20 പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി. എന്ത് ചെയ്യുക? 20ൻ്റെ ഘടകങ്ങൾ എഴുതുക. 20ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 × 2 ഉണ്ട്, 1 × 20 ഉണ്ട്, പിന്നെ 2 × 10 ഉണ്ട്. നമുക്ക് അടുത്തടുത്തുള്ളത് മതി. 5 × 4 ഉണ്ട്. അപ്പോൾ 5 × 4 അടുത്തടുത്തുള്ള ഘടകങ്ങൾ. ഇനി നമുക്കുള്ളത് പ്ലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇതിലെ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5. അടുത്തൊരു എക്സാമ്പിളൂടെ നോക്കാം. √30 മൈനസ് √30 മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് മൈനസ് ഇൻഫിനിറ്റി ആണ്. നമുക്ക് തന്നിരിക്കുന്ന 30യുടെ അടുത്തടുത്ത് വരുന്ന ഘടകങ്ങൾ, അതായത് നമുക്ക് ആ 30 ഒക്കെ ആകുമ്പോൾ വളരെ സിമ്പിളാണ്. 6 × 5. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മൈനസ് ഇൻഫിനിറ്റി ആണ്. മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ ചെറിയ ഘടകം എടുക്കുക. ചെറിയ ഘടകം എന്ന് പറയുന്നത് 5 ആണ്. സോ ദ ആൻസർ ഈസ് 5. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബാക്കി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. √72 മൈനസ് അങ്ങനെ, പിന്നെ √42 പ്ലസ് √42 പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി, √6 മൈനസ് ഇൻഫിനിറ്റി. ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. എഴുതിയെടുത്തിട്ട് ചെയ്യുക. അടുത്ത സെഷൻ എന്ന് പറയുന്നത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ്. നമ്മൾ നേരത്തെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് പറഞ്ഞതുപോലെ തന്നെയാണ് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ 3 വട്ടം ഗുണിച്ച് കിട്ടുന്നതിനെയാണ് ക്യൂബ് എന്ന് പറയുന്നത്. അതായത് 1 × ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1 അത് 1 തന്നെയാണ്. 2 × ക്യൂബ് എന്ന് പറയുന്നത് 2 × 2 × 2 3 വട്ടം ഗുണിക്കുമ്പോൾ 8 എന്ന് കിട്ടും. 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9 ക്യൂബ് 729 ആൻഡ് 10 ക്യൂബ് 1000. മിനിമം ആദ്യത്തെ 10 നമ്പറിൻ്റെ എങ്കിലും ക്യൂബ് നിങ്ങൾ പഠിക്കുക.
അതുപോലെ സ്ക്വയർ 15 നമ്പേഴ്സിൻ്റെ എങ്കിലും സ്ക്വയർ മിനിമം പഠിച്ചിരിക്കുക. ഇനി നോക്കൂ, 0.1 ക്യൂബ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? 0.1 3 വട്ടം ഗുണിക്കുക എന്നാണ്. ഇവിടെ 1 ആയതുകൊണ്ട് 1 × 1 × 1 1 തന്നെയാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ? 1, 2, 3. അപ്പോൾ നമുക്ക് പോയിന്റിന് ശേഷം 3 പേര് വേണം. അപ്പോൾ അത് മാറ്റി പോയിന്റ് ഇടുക. നമ്മൾ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട്. 0.5 ക്യൂബ് എന്ന് പറയുന്നത് 0.5 × 0.5 × 0.5. 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. പോയിന്റിന് ശേഷം ഇവിടെ 3 ഡിജിറ്റ്സ് ടോട്ടലുണ്ട്. അപ്പോൾ ആൻസറിലും പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്സ് വേണം. സോ ദ ആൻസർ ഈസ് 0.125. ഇനി അടുത്തതെന്ന് പറയുന്നത് 0.1 ക്യൂബ് പ്ലസ് 0.01 ക്യൂബ്. അപ്പോൾ 0.1 ക്യൂബ് നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. 0.1 ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ആൻസറിൽ ടോട്ടൽ നമുക്ക് പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്സ് വേണം. അപ്പോൾ 1, 2, 3 എന്നിട്ട് പോയിന്റ് കൊടുക്കുക. അടുത്തത് 0.01 ക്യൂബാണ്. 0.01 ക്യൂബ്, അതായത് 1 ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇവിടെ മൊത്തം 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എന്ന് പറയുന്നത് ടോട്ടൽ 6 ആയിട്ട് വരും. ഇപ്പോൾ 1, 2, 3, 4, 5, 6. .0 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാന്നുള്ളതാണ്. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. 0.1, 2, 3, 4, 5, 6ൻ്റെ കൂടെ 0.001 ആഡ് ചെയ്യാം. അപ്പോൾ 1, 0, 0, 0 + 1, 1, 0, 0.0. സോ ദ ആൻസർ ഈസ് 0.001 001. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.5 ക്യൂബ് പ്ലസ് 0.01 ക്യൂബ്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ 0.5 ക്യൂബ് പറഞ്ഞായിരുന്നു. 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ക്യൂബ് വന്നിരിക്കുന്നതുകൊണ്ട് 3 പോയിന്റ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റാണ്, 3 പോയിന്റ് മാറ്റി കുത്തുക. 0.125 പ്ലസ് ഇപ്പോൾ നമുക്ക് 0.01 ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടൽ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 × 3 6. 1, 2, 3, 4, 5, 6. 6 പോയിന്റ് മാറ്റിയിട്ട് പോയിന്റ് ഇടാം. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 0.000001 0.125 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 0 0 5 2 1.0. സോ ദ ആൻസർ ഈസ് 0.125 001. അടുത്ത് നമുക്ക് നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ മെത്തേഡ് ഫോർ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 1 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മൾ 2 ഡിജിറ്റിനാണ് പഠിക്കുന്നത്. എക്സാമ്പിൾ 12 ക്യൂബ്. 12 ക്യൂബിൻ്റെ അതെങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം 1ൻ്റെ ക്യൂബ് 1 ആണ്. 2ൻ്റെ ക്യൂബ് 8. അപ്പോൾ 1ഉം 8ഉം കുറച്ച് സ്ഥലം മാറി ഇടുക. അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല, ഒരു മിസ്റ്റേക്ക് പറ്റി. 12 ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ 1 സ്റ്റാർട്ട് ചെയ്യുമ്പം 12 അതേപടി എഴുതുക. അതിനുശേഷം 2ൻ്റെ സ്ക്വയർ 4. അതിനുശേഷം 2ൻ്റെ ക്യൂബ് 8. അതായത് ഇവിടെ വരേണ്ടത് ഈ 2ൻ്റെ സ്ക്വയറും ഇവിടെ വരേണ്ടത് 2ൻ്റെ ക്യൂബ്. അപ്പോൾ 1 2 4 8 എന്ന് കിട്ടി. അതിനുശേഷം ഈ ആദ്യത്തെ നമ്പറിനെയും അവസാനത്തെ നമ്പറിനെ അങ്ങ് മാറ്റി നിർത്തുക. 4ൻ്റെ ഇരട്ടി 8, 2ൻ്റെ ഇരട്ടി 4. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 8 അതുപോലെ 8 4 12 2 ബാലൻസ് 1 4 2 6 1 7 1. സോ ദ ആൻസർ ഈസ് 1728. 1-2 ക്വസ്റ്റ്യനും കൂടെ ആകുമ്പോൾ ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? 1 3 അതുപോലെ എഴുതുക. അടുത്ത് 3ൻ്റെ സ്ക്വയറും 3ൻ്റെ ക്യൂബും. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9, 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 27. അതിനുശേഷം ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ മാറ്റി നിർത്തുക. 9ൻ്റെ ഡബിൾ 9ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 18, 3ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 9. ഇനി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 27-ലെ 7 ഇവിടെ എഴുതിയിട്ട് 2 നമ്മൾ മുകളിലോട്ട് കൊടുക്കുക. അപ്പം 18 + 9 എന്ന് പറയുന്നത് 27 വരും. 27 2 കൂടി 29, 9 ശിഷ്ടം 2, 3 2 5, 5 9 14, 4 ശിഷ്ടം 1, 1 1 2. സോ ദ ആൻസർ ഈസ് 3 2 5 3ൻ്റെ ഇരട്ടി 6 ആണ്, 9 അല്ല. 3ൻ്റെ ഇരട്ടിയാണ് എഴുതേണ്ടത്, സ്ക്വയർ അല്ല. അപ്പോൾ 6 വരും. 3 2 5, 5 6 കൂടെ 11 വരും. 1 റിമൈൻഡർ 1 വരും. 2 1 9 7. ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ 13ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട് 1ഉം 3ഉം എഴുതുക. 3ൻ്റെ സ്ക്വയർ 9, 3ൻ്റെ ക്യൂബ് 27 എഴുതുക. ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ അവിടെ നിർത്തിയിട്ട് 9ൻ്റെ ഇരട്ടി 18, 3ൻ്റെ ഇരട്ടിയാണ് എഴുതേണ്ടത് 6. ഇതിന് ശേഷം ഇത് ആഡ് ചെയ്യുക. 27ൻ്റെ ഇവിടെ ആരുമില്ല, അപ്പോൾ 27 തന്നെയാണ്. 7 എഴുതുക. 2 റിമൈൻഡർ ശിഷ്ടം കൊടുക്കുക.
9 18 കൂടി 27 വരും. 27 2 29 9 ശിഷ്ടം 2 3 2 5 5 6 11 ശിഷ്ടം 1 അപ്പോൾ 2. അപ്പോൾ 13ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 2197. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. 14ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ 1ഉം 4ഉം അതേപടി എഴുതുക. അടുത്ത 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16, 4ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 64. ഒന്നാമത്തെ ആളെ അവസാനത്തെ ആളെ അവിടെ തന്നെ ഇടുക. 16ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 32, 4ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 8. ഇതിന് ശേഷം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 64ലെ 4 ഇവിടെ ഇടുക, 6 ഇവിടെ ഇടുക. അതിനുശേഷം 16ഉം 32ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 54 എന്നിട്ട് 4 ഇടുക. 5 റിമൈൻഡർ കൊടുക്കുക. 5 4 9, 9 വിട്ട് 17, 7 ശിഷ്ടം 1 1 1 2. അപ്പോൾ 14ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 2 7 4 4. നിങ്ങൾ ചെയ്യേണ്ടത് 15ൻ്റെ ക്യൂബ്, 16ൻ്റെ ക്യൂബ്, 17ൻ്റെ ക്യൂബ്, 18ൻ്റെ ക്യൂബ്, 19ൻ്റെ ക്യൂബ്. ഇത്രയും ഹോംവർക്കായിട്ട് നിങ്ങൾ ഇതേ മെത്തേഡിൽ ചെയ്യണം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് മെത്തേഡ് ഫോർ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1. 1ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ക്യൂബ്. അതായത് ഒരു എക്സാമ്പിൾ 21ൻ്റെ ക്യൂബ്. 21ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. അതായത് 1 എഴുതുക, 2 എഴുതുക, 2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ ക്യൂബ് 8. ഓക്കെ. അതിനുശേഷം ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ ഇവിടെ 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8 ആഡ് ചെയ്യുക. 1 4 2 6 8 4 12 ശിഷ്ടം 1 9 9261 21ൻ്റെ ക്യൂബ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 31ൻ്റെ ക്യൂബ് ഇങ്ങോട്ട് എഴുതി വരിക. 1 3, 3ൻ്റെ സ്ക്വയർ 9, 3ൻ്റെ ക്യൂബ് 27. ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ അവിടെ നിർത്തുക. 3ൻ്റെ ഇരട്ടി 6, 9ൻ്റെ ഇരട്ടി 18 ആഡ് ചെയ്യുക. 1 6 3 9, 18ഉം 9ഉം കൂടെ 27, 7 ശിഷ്ടം 2, 27 2ഉം കൂടെ കൂട്ടുമ്പോൾ 29. സോ ദ ആൻസർ ഈസ് 29791. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. 51ൻ്റെ ക്യൂബ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എഴുതി വരിക. 1 5, 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25, 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125. ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ അതുപോലെ നിർത്തുക. 5ൻ്റെ ഇരട്ടി 10, 25ൻ്റെ ഇരട്ടി 50 ആഡ് ചെയ്യുക. 1 അതുപോലെ 10 5 15, 5 ശിഷ്ടം 1, 50ഉം 20 70, 75 1 76, 6 ശിഷ്ടം 7, 125ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 132. സോ ദ ആൻസർ ഈസ് 132651. അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ബാക്കി 41ൻ്റെ ക്യൂബ്, 61ൻ്റെ ക്യൂബ്, 71ൻ്റെ ക്യൂബ്, 81ൻ്റെ ക്യൂബ്, 91ൻ്റെ ക്യൂബ് ഇത്രയും ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഫോർ നമ്പേഴ്സ് വിത്ത് സെയിം ഡിജിറ്റ്. അതായത് 22ൻ്റെ ക്യൂബ് നമുക്ക് വേണം. 22ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട് 2 ക്യൂബ് 8, ഈ 8നെ 4 വട്ടം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 2 ക്യൂബ് 8, 2 ക്യൂബ് 8, 2 ക്യൂബ് 8. നേരത്തെ ചെയ്തതുപോലെ ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ അവിടെ നിർത്തുക. 8ൻ്റെ ഇരട്ടി 16, 8ൻ്റെ ഇരട്ടി 16 ആഡ് ചെയ്യുക. 8 18 6 24, 4 ശിഷ്ടം 2, 8ഉം 16ഉം 24, 24 2 26, 6 ശിഷ്ടം 2, 8 2 10. സോ ദ ആൻസർ ഈസ് 10648. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 33ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. 3ൻ്റെ ക്യൂബ് 27, 4 വട്ടം 27 എഴുതുക. ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ അതുപോലെ നിർത്തുക. 27ൻ്റെ ഇരട്ടി 54, ഈ 27ൻ്റെ ഇരട്ടി 54 ആഡ് ചെയ്യുക. 27ൽ 7 എഴുതുക. ശിഷ്ടം 2, 54ഉം 27 രണ്ടും കൂടെ കൂട്ടുമ്പോൾ 83 കിട്ടും. 3 ശിഷ്ടം 8. അടുത്ത് നമുക്ക് കൂട്ടുമ്പോൾ 89 കിട്ടും. 9 ശിഷ്ടം 8, 27 8ഉം കൂടി 35. സോ ദ ആൻസർ ഈസ് 35937. അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് 11 ക്യൂബ്, 44ൻ്റെ ക്യൂബ്, 55ൻ്റെ ക്യൂബ്, 66ൻ്റെ ക്യൂബ്, 77ൻ്റെ ക്യൂബ്, 88ൻ്റെ ക്യൂബ്, 99ൻ്റെ ക്യൂബ് ഇത്രയും നിങ്ങൾ ഹോംവർക്കായിട്ട് ഇതേ മെത്തേഡിൽ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു മെത്തേഡും കൂടെ ഉണ്ട്. മെത്തേഡ് ഫോർ നമ്പേഴ്സ് വിത്ത് ഡിഫറൻറ്റ് ഡിജിറ്റ്സ്. അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതുപോലെയല്ല, ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. 23ൻ്റെ ക്യൂബ്. 23ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 2 ക്യൂബിനെ ഇവിടെ എഴുതുക, 3 ക്യൂബിനെ ഇവിടെ എഴുതുക. 2 ക്യൂബ് എന്ന് പറയുന്നത് 8, 3 ക്യൂബ് എന്ന് പറയുന്നത് 27. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ആൾ 2 സ്ക്വയർ, 2 സ്ക്വയറിൻ്റെ കൂടെ 3 ഗുണിക്കുക. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4, 4 × 3 12 അതിവിടെ എഴുതുക. അതിനുശേഷം 3
3 സ്ക്വയറിൻ്റെ കൂടെ 2 ഓപ്പോസിറ്റാണ്. ആദ്യം 2 സ്ക്വയറിൻ്റെ കൂടെ 3 ഗുണിക്കുക, അതിനുശേഷം 3 സ്ക്വയറിൻ്റെ കൂടെ 2. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 9 × 2 18. അതിവിടെ എഴുതുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ അവസാനത്തെ ആളെ ഫിക്സ് ചെയ്യുക. 18ൻ്റെ ഇരട്ടി 36, 12ൻ്റെ ഇരട്ടി 24. ആഡ് ചെയ്യുക. 27 7, ശിഷ്ടം 2, 18 2 20, 20 30 50, 50 6 56, 6 ശിഷ്ടം 5, 12 24 കൂടെ 36, 36 5 41, 1 ശിഷ്ടം 4, 8 4 12. സോ ദ ആൻസർ ഈസ് 12167. ഇതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. 32ൻ്റെ ക്യൂബ്. അപ്പോൾ 32ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട് ഡിഫറെൻറ്റ് ഡിജിറ്റാണ്. ആദ്യം 3ൻ്റെ ക്യൂബ്, അതിനുശേഷം 2ൻ്റെ ക്യൂബ്. 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 27, 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 8. ഇനി എന്ത് ചെയ്യുക? 3 സ്ക്വയർ. 3 സ്ക്വയറിൻ്റെ കൂടെ 2 ഗുണിക്കുക. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 9 × 2 18. അതിനുശേഷം അടുത്തത് 2 സ്ക്വയർ × 3. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4, 4 × 3, 2 സ്ക്വയർ 4, 4 × 3 12. ഇനി ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ അതുപോലെ നിർത്തുക. 12ൻ്റെ ഇരട്ടി 24, 18ൻ്റെ ഇരട്ടി 36, കൂട്ടുക 8. 12 24 എന്ന് പറയുമ്പോൾ 36, 6 പോയിട്ട് ശിഷ്ടം 3, 18 36 3 കൂടെ കൂട്ടുമ്പോൾ 53 എന്ന് കിട്ടും. 57 എന്ന് കിട്ടും. 7 ബാലൻസ് 5, 27 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 32. സോ ദ ആൻസർ ഈസ് 32768. അപ്പം നിങ്ങൾ ഹോംവർക്കായിട്ട് 56ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക, 73ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക, 42ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. ഇത് മൂന്നും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക.